ആകെയുള്ളത് 3 പേർക്കുള്ള ഭക്ഷണം. വന്നിരിക്കുന്നത് 70ഓളം പേരും. അബൂ തൽഹ, ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ, ഇരുവരുടെയും വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം ആളുകളെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ ചെന്ന സംഭവം കേട്ടിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിന്റെ അടുക്കൽ നിന്ന് റൊട്ടി വാങ്ങിയ ശേഷം തൻ്റെ തിരുകരങ്ങളാൽ അത് കഷണങ്ങളാക്കി ഒരു തളികയിലേക്കിട്ടു. ഉമ്മു സുലൈം അതിലേക്ക് കുറച്ച് കറിയും ഒഴിച്ചു. നബി തൻ്റെ കൈകൊണ്ട് രണ്ടും ചേർത്ത് കുഴച്ചു. ശേഷം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. 3 പേർക്കുള്ള ഭക്ഷണത്തിൽ നിന്ന് നബിയുടെ കൂടെ വന്ന 70 പേരും വയറ് നിറച്ച് കഴിച്ചു. അപ്പോഴും ഭക്ഷണം അതേപടി ബാക്കിയുണ്ടായിരുന്നു എന്നാണ്. ബർക്കത്തില്ലാത്ത ധാരാളിത്തത്തെക്കാൾ ഏറ്റവും നല്ലത് ബർക്കത്തുള്ളത് അല്പമെങ്കിലും ഉണ്ടാവലാണ്. ശമ്പളം കുറവാണെന്നാലോചിച്ച് സങ്കടപ്പെടരുത്, അതിൽ ബർക്കത്തുണ്ടാവും. മാസാവസാനം നിന്റെ വീട്ടിൽ മരുന്ന് ആവശ്യമുള്ള രോഗികൾ ഇല്ലാതിരിക്കൽ ശരിക്കും ബർക്കത്താണ്. ആർക്കും കടം കൊടുക്കാനില്ലാതിരിക്കുക എന്നതും ബർക്കത്താണ്. നിനക്ക് നന്മ ചെയ്യാൻ മത്സരിക്കുന്ന മക്കളും നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന ഇണയുമുണ്ടെങ്കിൽ അതും ബർക്കത്താണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കാറില്ല, അവനത് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. തീരുമാനിച്ച റിസ്കിൽ ബർക്കത്തുണ്ടാവാനാണ് ഞാൻ ചോദിക്കാറ്.